ഗുഡ് മോർണിംഗ് മാഡം. ആ ഗുഡ് മോർണിംഗ് രാജാറാം സർ. പറയൂ, എന്താ അത്യാവശ്യം ഒരു ഫോൺ ചെയ്തത്? പറയാനല്ല, ചോദിക്കാനാണുള്ളത്. എങ്കിൽ ചോദിച്ചോളൂ. ഈ രവിവർമ്മൻ സാറിനും ശ്രീലക്ഷ്മിക്കും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സംതിങ് സീംസ് റോങ് ഐ തിങ്ക്. എന്ത് പ്രശ്നം? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. രാജാറാം സർ, കം ഓൺ. അല്ല മാഡം, എന്തോ അറിഞ്ഞിട്ട് ചോദിക്കുന്ന പോലെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? കൂടുതലൊന്നും അറിയില്ല, പക്ഷേ രണ്ടുപേരും നോർമൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലല്ലാന്ന് മനസ്സിലായി. സോ ടെൽ മീ പ്ലീസ്, സാറിന് യഥാർത്ഥ കാര്യം അറിയാം. ഇന്നും എല്ലാം അറിയുന്നവനാണല്ലോ മിസ്റ്റർ രാജാറാം. എന്നാ കേട്ടോളൂ, എനിക്കറിയാവുന്നത് ഞാൻ പറയാം. ശ്രീലക്ഷ്മിക്ക് വീട്ടിലൊരു കല്യാണാലോചന നടക്കുക. ഓ ഐ സീ. ഇത്രയും പറഞ്ഞാ പോരെ, ബാക്കി സാന്ത്വന മേഡത്തിന് മനസ്സിലാവുമല്ലോ. രാജാറാം സർ, ശ്രീലക്ഷ്മിക്ക് വീട്ടിലെ വിവാഹം ആലോചിക്കുന്നതില് എന്താ ഇത്ര എക്സൈറ്റ്മെന്റ്? ഇറ്റ്സ് എൻ ഓൾഡ് ന്യൂസ്. പക്ഷേ ഇതിലൊരു പുതിയ കാര്യമുണ്ട്. പയ്യൻ മേഡം ഉദ്ദേശിക്കുന്ന ആളല്ല, മിസ്റ്റർ രവിചന്ദ്രവർമ്മൻ അല്ല എന്നർത്ഥം. വാട്ട്? പിന്നെ ആര്? അത് മേഡത്തിന് ഇവിടെ ഇൻവിറ്റേഷൻ കിട്ടും, അപ്പൊ അറിഞ്ഞാ പോരെ. തൽക്കാലം പേര് മാത്രം വേണമെങ്കിൽ പറയാം. ശ്രീലക്ഷ്മി വെഡ്സ് സച്ചിദാനന്ദൻ. ബ്രാക്കറ്റിൽ സച്ചി 26 years old. Oh my God! Unbelievable! സോറി, സത്യമാണ് ഞാൻ പറയുന്നത്. മാഡത്തിന് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. ബട്ട് ദ ഫാക്ട് ഈസ്, ശ്രീലക്ഷ്മി കല്യാണം കഴിക്കുന്നത് സച്ചിയാണ്, മിസ്റ്റർ രവിവർമ്മനെ അല്ല. എല്ലാം സർവച്ചനെ വിചാരിക്കുന്ന പോലെയല്ല നടക്കുന്നത്. ഇനി എത്ര നാൾ ഓഫീസിൽ വരാൻ പറ്റുന്ന പോലും എനിക്കറിയില്ല. ഇനി ഒന്നും പറയണ്ട സർ, പ്ലീസ്. ഇനി എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാ എന്തായിരിക്കും സംസാരിക്കാൻ പോവാന്ന് ഭയമുണ്ട് എനിക്ക്. എക്സ്ക്യൂസ് മീ സർ, അകത്തോട്ട് വന്നോട്ടെ. തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, തനിക്കകത്തേക്ക് വരാൻ അനുവാദം ചോദിക്കണ്ട എന്ന്. ഇല്ല സർ, കുഴപ്പമില്ല. റെസിഗ്നേഷൻ ലെറ്റർ ആണ്. ഇതിന് നജീബിക്കയുടെ കയ്യിലോ സാന്ദ്ര മാഡത്തിന്റെ കയ്യിലോ കൊടുത്തു വിടാമായിരുന്നു. പക്ഷേ സാറാണല്ലോ എനിക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ തന്നത്. സാറിന്റെ മുമ്പിലാണല്ലോ ഞാൻ ആദ്യം സൈൻ ചെയ്തത്. അപ്പൊ പിന്നെ ഈ ജോലി ഞാൻ എങ്ങനെ സ്വീകരിച്ചോ അതേപോലെ തന്നെ ഇതിൽ നിന്ന് വിട്ടു ദൂരെ പോകാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്ലീസ് സർ, എന്നെ വിലക്കരുത്. ഫോർമാലിറ്റി ഒന്നും വേണ്ട ശ്രീലക്ഷ്മി, ജസ്റ്റ് ലീവ് ടു മീ, ഞാൻ നോക്കിക്കോളാം. എന്നാലും ഇക്കാര്യത്തിൽ കമ്പനിയിൽ ചില റൂൾസ് ഒക്കെ ഉണ്ടല്ലോ സർ. ഞാൻ കാരണം അത് തെറ്റാൻ പാടില്ല. ഇവിടെ ഞാൻ ചെയ്തു തീർക്കേണ്ട ജോലികളിൽ ആദ്യത്തെ ജോലിയാണ് ഈ റെസിഗ്നേഷൻ. എനിക്കും സാറിനും ഇത് പ്രധാനമല്ലായിരിക്കും, പക്ഷെ എന്റെ അച്ഛനും എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന വീട്ടുകാർക്കും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് സർ. ഭർത്താവിന് സ്വന്തം കമ്പനി ഉള്ളപ്പോ വേറെ കമ്പനിയിൽ എന്തിനാ ജോലി നോക്കുന്നതെന്ന് നാളെ മറ്റുള്ളവർ ചോദിക്കും. ഇക്കാര്യം സാറിനും അറിയാവുന്നതാണ്. ഇത് എന്റെ മരുമകൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് എങ്ങനെ ഞാൻ ഇവരോട് പറയൂ? എന്റെ ഈശ്വര, വല്ലാത്തൊരു ധർമ്മസങ്കടമാണല്ലോ ഇത്. സത്യം പറഞ്ഞ ഇത് വേറൊരു അവസരത്തിലാണ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞാൻ വേണ്ടെന്ന് പറഞ്ഞേനെ. പക്ഷേ അമ്മയെപ്പോലെ ഒരാൾ, അതും ഈ വീട് വരെ വന്നെങ്കിൽ ഇത് ശ്രീലക്ഷ്മിക്ക് കൊടുക്കാതെ എങ്ങനെ നിരസിക്കാനാ? ഇത്
ഞങ്ങൾ മോൾക്കുള്ള അമ്മയുടെ അനുഗ്രഹമായി സ്വീകരിക്കുന്നു. അതെ, ഈ ഒരു നല്ല മുഹൂർത്തത്തിൽ തന്നെ അമ്മ ശ്രീലക്ഷ്മിക്കൊരു സമ്മാനം കൊണ്ടുവന്നല്ലോ. അതാണ് ഈശ്വരാനുഗ്രഹം. തീർച്ചയായും. സരോജം, വാങ്ങിച്ചോ. സാർ, ഇനി നമുക്ക് എല്ലാവർക്കും എൻഗേജ്മെന്റ് ദിവസമേ ഇതുപോലെ വീണ്ടും കാണാൻ പറ്റൂ. എല്ലാം പെട്ടെന്ന് തീരുമാനിച്ചതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. ഇനി ഞങ്ങൾക്ക് വീട് വരെ ഒന്ന് വിളിക്കാൻ സമയമുണ്ടാവില്ല. സാറും വീട്ടുകാരും എല്ലാവരും ചടങ്ങിന് വരണം. എൻഗേജ്മെന്റ് വെള്ളിയാഴ്ചയാ. മാഡം, രവി സാറ് തന്നോട്ടതാ. താങ്ക്സ് നജീബിക്ക. ശരി മാഡം. ലുക്ക് അറ്റ് ദിസ് ശ്രീലക്ഷ്മി. ഇതാണ് രാജനന്ദിനി ഫാബ്രിക്സ്. രാജനന്ദിനി കമ്പനിയല്ല. യു നോ വാട്ട്സ് ദ ഡിഫറൻസ്? അറിയാം സർ. രാജനന്ദിനി ആൻഡ് കമ്പനിയിൽ നിന്നും പുതിയതായി രജിസ്റ്റർ ചെയ്തതാണ് രാജനന്ദിനി ഫാബ്രിക്സ് എന്ന ഇൻഡിപെൻഡന്റ് സ്ഥാപനം. കറക്റ്റ്. ഇത് തനിക്ക് തരാൻ കാരണം തനിക്ക് ആവശ്യമുള്ള പല റെഫറൻസും ഇതിൽ നിന്ന് കിട്ടുമെന്നുള്ളതുകൊണ്ടാണ്. അമ്മ പ്ലീസ്, അമ്മ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് കൂടെ കേൾക്കണം പ്ലീസ്. അമ്മ പ്ലീസ് അമ്മ. അമ്മ പ്ലീസ് എന്തെങ്കിലും ഒന്ന് സംസാരിക്കും. അമ്മ ഇങ്ങനെ മൗനമായിട്ടിരിക്കല്ലേ, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലത്. അമ്മ
പ്ലീസ് അമ്മ. മതി. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ സംസാരിക്കണ്ടെന്ന്. നിനക്ക് എന്നോട് സംസാരിക്കാനുള്ള അവകാശമില്ല. കൈവിട്. വിടാൻ. പക്ഷെ അമ്മയ്ക്ക് എന്നെ വഴക്ക് പറയാൻ അവകാശമുണ്ട്. എനിക്ക് എന്ത് ശിക്ഷ വേണമെന്ന് തന്നോളൂ. പക്ഷെ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് മാത്രമായിരിക്കല്ലേ. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലത്. എനിക്കെന്റെ മകന്റെ അടുത്ത് സംസാരിക്കാം. പക്ഷേ നീ ഇപ്പൊ ദൈവമല്ലേ, പാവങ്ങളുടെ കൺകണ്ട ദൈവം. നിന്നോട് ഞാൻ എങ്ങനെ സംസാരിക്കാനാ? എങ്ങനെ ഞാൻ വഴക്കു പറയും? അമ്മേ വേണ്ട, നീ ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. മതിയായി എനിക്ക്. ഇത്രയും വർഷം നിനക്ക് നല്ലത് മാത്രമേ വരൂന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഇനി മതി. ഒരമ്മയ്ക്കും ഇത് സഹിക്കാൻ പറ്റില്ല. മതിയായി എനിക്ക്. മനുഷ്യനായാൽ അല്പമെങ്കിലും സ്വാർത്ഥത വേണം രവി. അല്ലെങ്കിൽ അവരും ദൈവങ്ങളെ പോലെയാകും. ബിസിനസ്സിൽ നീ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോയാൽ അതിലെന്തൊക്കെ തടസ്സങ്ങൾ നേരിട്ടാലും ഒടുവിൽ നീ അത് നേടാറുണ്ടല്ലോ. എന്നിട്ടും ജീവിതത്തിൽ നീ എന്തിനാ ഇങ്ങനെ തോറ്റു കൊടുക്കുന്നേ? ഓരോ അന്യായമായ കാരണങ്ങളും പറഞ്ഞ് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ നീ തന്നെ മുന്നിൽ നിന്ന് വേറൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഇതിന് ത്യാഗമെന്നല്ല വിളിക്കേണ്ടത്, വേറെ പേരാ. വിഡ്ഢിത്തരമെന്ന് പറയും. നീ പ്രണയത്തെ ഭയക്കുന്നു രവി. ബന്ധങ്ങൾ നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുകയാണ് നീ. ഒരുപക്ഷെ ശ്രീലക്ഷ്മി ഓൾറെഡി നിന്റെ ഭാര്യയായിരുന്നെങ്കിൽ ആരുടെയെങ്കിലും വാക്ക് കേട്ട് നീ അവളെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുവോ? അമ്മ എന്തൊക്കെയാ സംസാരിക്കുന്നത്? മിണ്ടരുത് നീ. ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ എന്റെ മുമ്പിൽ നിന്ന് പോകാൻ. പോകാം. പക്ഷെ അമ്മയൊന്നും മനസ്സിലാക്കണം. ഞാൻ ആരുടെയെങ്കിലും വാക്ക് കേട്ടിട്ടില്ല അവളെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്നത്. ഇപ്പോ ശ്രീലക്ഷ്മിയുടെ അച്ഛന്റെ ആരോഗ്യത്തിന്റെ പ്രശ്നം. അദ്ദേഹത്തിന്റെ ജീവൻ പന്താടിക്കൊണ്ട് ഞാൻ എങ്ങനെ സ്വാർത്ഥനോ? അമ്മ തന്നെ പറയും. ഞാൻ ദൈവമാകാൻ ആഗ്രഹിക്കുന്നില്ലമ്മ. ഇപ്പോഴെന്റെ എന്റെ മനസ്സിനുള്ളിൽ മനുഷ്യത്വം മാത്രമാണ്. അദ്ദേഹം ഇഷ്ടപ്പെട്ട ആളെ കൊണ്ട് അവളെ വിവാഹം കഴിക്കാൻ സഹായിക്കാമെന്ന് ഞാൻ വാക്ക് നൽകിയിരുന്നു. വാക്ക് കൊടുത്ത് ഈ കയ്യിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവൻ. ഇപ്പോഴും അങ്ങനെ തന്നെ. സോറി, സുദർശന് വാക്ക് കൊടുത്തത് നീ എങ്ങനെ കാത്തു സൂക്ഷിക്കുന്നോ അതുപോലെ തന്നെ നീ പറയുന്ന വാക്ക് അദ്ദേഹം സമ്മതിക്കുമായിരുന്നു. പക്ഷേ നീ അദ്ദേഹത്തോട് സംസാരിച്ചില്ല. അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന്റെ മൂല കാരണം. ആയിരിക്കും, സമ്മതിക്കുന്നു. എനിക്ക് ശ്രീലക്ഷ്മിയേക്കാൾ 5 or 10 വയസ്സേ കൂടുതലുണ്ടായിരുന്നുള്ളെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും സംസാരിക്കുമായിരുന്നമ്മ. പക്ഷെ 25 വയസ്സ് വ്യത്യാസം. ഞാൻ എന്ത് ധൈര്യത്തിൽ അദ്ദേഹത്തോട് സംസാരിക്കും അമ്മ? അമ്മ തന്നെ എന്നോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിത്ത. ഇത് തന്നെയാ നിന്റെ പ്രശ്നം, കോംപ്ലക്സ്. ഇനി എനിക്കൊന്നും പറയാനില്ല. നീ ജീവിച്ചോ, ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചോ. നിന്റെ ജീവിതം കണ്ട് ഞാനും സന്തോഷത്തോടെ കഴിഞ്ഞോളാം. ഇപ്പൊ എന്നെ ഉപദ്രവിക്കാതെ ഒന്ന് പോയാ മതി. ശ്രീ, നീ തന്നെ നിന്നെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. സുദർശൻ അങ്കിൾ ആരോഗ്യത്തോടെ ഇരുന്നെങ്കിൽ ഞാൻ തന്നെ പോയി അങ്കിളിനോട് സംസാരിക്കുമായിരുന്നു. ആകാശത്തേക്ക് നോക്കുമ്പോ സാർ എന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നു കൃഷ്ണ. എന്നാ സാർ ആകാശവും ഞാൻ ഭൂമിയാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഇത്രയും നാള് വേണ്ടി വന്നു കൃഷ്ണ. ഞങ്ങള് രണ്ടും 2 ധ്രുവത്തില. ഞാനത് മറന്നുപോയി.
സ്വന്തം നാട് വിട്ട് എവിടെയെങ്കിലും പോയി ജോലി ചെയ്താ സമയത്തിന് പെണ്ണ് കിട്ടുമെന്ന് നമ്മുടെ ബന്ധുക്കളൊക്കെ ചോദിച്ചു. ഇനി വേണം അവരോടൊക്കെ പറയാൻ എന്റെ മോന് നല്ലൊരു പെണ്ണിനെ കിട്ടിയെന്ന്. ആ എങ്കിൽ ശരി, അമ്മ പോയി അവരോടൊക്കെ പറഞ്ഞിട്ട് വന്നാട്ടെ. നമുക്ക് മോതിരം വാങ്ങാൻ അടുത്ത കൊല്ലം പോകാം അവിടുന്ന്. കളിയാക്കണ്ട. നീ പൂനെ ഓസ്ട്രേലിയ എന്നൊക്കെ പറഞ്ഞ് ധൃതി പിടിച്ചു പോവാതിരുന്നെങ്കിൽ നമുക്ക് ഈ വിവാഹം ഗ്രാൻഡായിട്ട് നടത്തായിരുന്നു ഇവിടെ. ഗ്രാൻഡും വേണ്ട, ഒന്നും വേണ്ട. നമ്മളെന്തിനാ മറ്റുള്ളവരെ നോക്കുന്നേ? നോക്ക് ശ്രീലക്ഷ്മി, നമ്മൾ ജ്വല്ലറി പോയി ആ കുട്ടിക്കുള്ള മോതിരം വാങ്ങുന്നു, അവര് പോയി എനിക്കുള്ള മോതിരം വാങ്ങുന്നു. പക്ഷേ അത് പാകമായില്ലെങ്കിലോ? നമ്മളിങ്ങനെ ധൃതി കാണിക്കുന്നുണ്ടാ? അല്ലെങ്കിൽ അവർ കൂടി സമയമുള്ളപ്പോ ഒരുമിച്ച് പോയാൽ മതിയായിരുന്നു നമുക്ക്. എനിക്ക് മനസ്സിലായി മോന്റെ മനസ്സിലിരിപ്പ്. എന്നാലേ എന്റെ മോൻ കേട്ടോ, ഞാൻ സുദർശനൻ ചേട്ടനോട് സംസാരിച്ചിട്ടുണ്ട്. ജുവലറിയിലേക്ക് ആ കുട്ടിയും വരുന്നുണ്ട്. നമ്മൾ പുറപ്പെടുമ്പോ ഒന്ന് ഫോൺ വിളിച്ചാ മതി. ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. വിവാഹത്തിന് ഇത്ര ധൃതി വേണ്ടായിരുന്നേ ഉദ്ദേശിച്ചുള്ളൂ. അതെന്താ വേണ്ടാത്തെ? ആ കുട്ടി വിവാഹത്തിന് സമ്മതിച്ചു. എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്നും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്താണാവോ നിനക്ക് മാത്രം ഒരു തടസ്സം? അതല്ല ശ്രീലക്ഷ്മി, സുദർശൻ അങ്കിള് കുറച്ചുനാളുകൂടി റെസ്റ്റ് എടുത്തിട്ട് പോരെ എന്നാ എന്റെ അഭിപ്രായം. അതിന് ഞാൻ ഫോൺ ചെയ്തപ്പോ അദ്ദേഹത്തിന് അസുഖം കുറവുണ്ടെന്ന് പറഞ്ഞല്ലോ. പിന്നെ നീ വിവാഹം കഴിക്കാൻ പോകുന്നത് ആ പെൺകുട്ടിയല്ലേ, അല്ലാതെ സുദർശനൻ ചേട്ടനെ അല്ലല്ലോ. അതല്ല ശ്രീലക്ഷ്മി, എനിക്കിപ്പോഴും ഇതിലൊരു വിശ്വാസം ഇല്ലാത്ത പോലെയാ. ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് മെസ്സേജ് അയച്ചിട്ടും ആ കുട്ടി ഒരു റിപ്ലൈ പോലും അയച്ചിട്ടില്ല. അതാണോ ഇത്ര വലിയ കാര്യം? ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കുന്നത് ആൾക്കാരെ സോപ്പിടാനാണെന്ന് എല്ലാവർക്കും അറിയാം. ആ കുട്ടിക്ക് അതിലൊന്നും വിശ്വാസം കാണില്ല, അത്ര തന്നെ. ഓ, ഒരു ന്യായം കണ്ടെത്തിയിരിക്കുന്നവൻ. അല്ല, കുഞ്ഞുമിത് എങ്ങോട്ടാ പോകുന്നത്? നിശ്ചയത്തിനുള്ള മോതിരം വാങ്ങാൻ ശ്രീ ജുവലറിയിൽ വരും. അയ്യോ, എന്റെ കുഞ്ഞമ്മ, പുറത്ത് ത്രിവിക്രമനെ ആൾക്കാരും 50,000 രൂപ മടക്കി ചോദിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുവാ. കുഞ്ഞമ്മ ഇപ്പൊ തന്നെ അതങ്ങ് തിരികെ കൊടുത്തേക്ക്. നിങ്ങളത് ശ്രീകുട്ടിയുടെ കല്യാണത്തിന് എടുത്ത് ചെലവാക്കുമെന്ന് അവരുടെ പേടി. എന്റെ ദൈവമേ, ആ കാശ് ഞാൻ അലമാരി സൂക്ഷിച്ചു വെച്ചിരുന്ന, പിന്നീട് അത് കാണാതായി. കാശ് കാണാതാവാനോ? കുഞ്ഞമ്മ എന്തോന്നായി പറയുന്നേ? മുമ്പ് കൃഷ്ണ ഇത് തന്നെ പറയുന്ന കേട്ടല്ലോ. പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല. ഇവിടെ അലമാരയിൽ വെച്ചിരിക്കുന്ന കാശ് എങ്ങനെ കാണാതെ പോകും? അതോ 5-10 രൂപയല്ല, 50,000 രൂപയാ. ഒന്ന് പതുക്കെ പറയടി, അകത്ത് ശ്രീടച്ച കേക്കും. കേൾക്കട്ടേന്ന്, കേട്ടല്ലേ പറ്റൂ. ഇവിടെ ഇത്രയും വലിയ കാശ് കാണാതായിട്ടും കുഞ്ഞമ്മ ഒരു കുലുക്കമില്ലാതെ നടക്കുന്നതാ എനിക്ക് അത്ഭുതം. ആര് പറഞ്ഞു കുലുക്കമില്ലെന്ന്? ഞാനിനി വീട്ടിൽ നോക്കാൻ ഒരിടവും ഇല്ല. അത് ആലോചിക്കുമ്പോ തന്നെ എന്റെ നെഞ്ചിടിപ്പ് കൂടുകയാ. മഴക്കുഴി എടുക്കാൻ ആള് വരുമ്പോഴാകെ പ്രശ്നമാകാൻ പോകുന്നത്. ആ, അവിടെ പണിക്ക് ആള് വന്ന് പണിയും കഴിയാറായി. അതാ അവരിതൊരു സന്ദർഭമാക്കി കാശ് ചോദിക്കാൻ പുറത്ത് കാത്തു നിൽക്കുന്നത്. കുഞ്ഞമ്മ ഇപ്പൊ തന്നെ കാശ് കൊടുത്തേ പറ്റൂ. അയ്യോ, ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? ശ്രീടച്ചൻ ഇപ്പൊ ഇതറിഞ്ഞ ആകെ പ്രശ്നമാവുമല്ലോ. പണി കഴിഞ്ഞു, ഇനി ഞങ്ങള് പോവാ. പോവാനോ? അപ്പൊ പണിയതിന്റെ കൂലിയൊന്നും വേണ്ടേ? കൂലിയൊക്കെ എപ്പോഴേ തന്നു. അഡ്വാൻസ് കാശ് കിട്ടിയിട്ടാ ഞങ്ങള് പണി തുടങ്ങിയത് തന്നെ. പോവാ. കാശ് കൊടുത്തെന്ന് കേട്ടു. താനല്ലേടോ പറഞ്ഞത് സരോജൻ കാശ് മൊത്തം മുക്കിയെന്ന്? എന്നിട്ടിപ്പോ ആരാ അവർക്ക് കൂലി കൊടുത്തത്? അതിപ്പം എന്നോട് ചോദിച്ചാ സരോജം വരുന്നു. ഇപ്പൊ മനസ്സിലായല്ലോ കാര്യങ്ങളുടെ കിടപ്പുവശം. സരോജത്തിനെ ഒരു ജോലി ഏൽപ്പിച്ച നിങ്ങൾ പോലും അറിയാതെ സരോജ അത് നടത്തിയിരിക്കും. ഇനിയെങ്കിലും മറ്റുള്ളവരെ കള്ളനും കള്ളിയാക്കാൻ നിൽക്കാതെ അവനെ നന്നാവാൻ നോക്ക്. അല്ല പിന്നെ
നീ പാടി മയേ. കുഞ്ഞമ്മ എപ്പോഴാ അവർക്ക് കാശ് കൊടുത്തത്? ആര് പറഞ്ഞു കാശ് കൊടുത്തെന്ന്? തൽക്കാലം നീ മിണ്ടാതെ വാ. സരോജം, ഇപ്പോ സച്ചിയുടെ അമ്മ വിളിച്ചിരുന്നു. നമ്മുടെ സീനിയർ ശ്രീലക്ഷ്മി തന്നെ. അവരുടെ വീട്ടിലെ കിച്ചൺ റിപ്പയർ ചെയ്യാനോ മറ്റോ ആരോ വന്നിട്ടുണ്ടത്ര. അതുകൊണ്ട് സീനിയർ ശ്രീലക്ഷ്മി സ്വർണ്ണക്കടയിൽ പോകുന്നില്ല. സച്ചിയെ ഒറ്റയ്ക്ക് മോളുടെ ഓഫീസിലേക്ക് അയച്ചിരിക്കുക. അപ്പൊ ഞാൻ ആലോചിച്ചു അവർ ഒരുമിച്ച് പോയിക്കോട്ടെ എന്ന്. അങ്ങനെയാണെങ്കിൽ നീ ഇനി അങ്ങോട്ട് പോകണ്ട. പക്ഷെ ആരുടെയോ കൃപാകടാക്ഷം കൊണ്ട് കാര്യം ഭംഗിയായി നടന്നു. ആ കാശ് ഞാൻ കൊണ്ടുവന്ന് തന്നത് നിന്റെ കയ്യിലാ. അതൊക്കെ സമ്മതിച്ചു. പക്ഷെ അവിടുന്ന് എടുത്ത് എന്റെ കയ്യിൽ സൂക്ഷിക്കാൻ കൊണ്ടുതന്ന കാശ് ഇപ്പോഴും കെട്ട് പൊട്ടിക്കാതെ എന്റെ കയ്യിലുണ്ട്. എന്നിട്ടിപ്പൊ പണിക്കാരുടെ പൈസ കൊടുത്തിരിക്കുന്നു. അത് ആരെന്നാ ചോദ്യം. ഞാനും അത് തന്നെ ആലോചിക്കുന്നു അപ്പി. ആ കാശ് നമ്മുടെ ഇരിക്കുമ്പോ പണിക്കാരുടെ കാശ് സെറ്റിൽ ചെയ്തിരിക്കുന്നു. അത് സരോജോ സുദർശനോ അല്ലെന്നുള്ളത് ഉറപ്പാ. അതെ, എല്ലാരും ഒന്ന് പോയേ. കാശൊക്കെ അവർ തരും. അതല്ല, ഇപ്പോ ഈ നിമിഷം തന്നെ കാശ് കിട്ടിയേ പറ്റൂന്നുള്ളവർക്ക് നിക്കാം. ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തരും അവരുടെ കാശ്. ആ, അപ്പൊ പിന്നെ അവർക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കുന്ന ഒരാളെ കാണൂ. ആ രവിചന്ദ്രവർമ്മൻ തന്നെ. ആ സാറ് വലിയ പുള്ളിയല്ലേ. അങ്ങേര് ഇവിടെ വന്ന് കൂലി കൊടുക്കാനൊക്കെ നിൽക്കൂ. എന്റെ മണ്ടി പപ്പി, നിനക്ക് എന്റെ മോൻ ദീപുവിന്റെ ബുദ്ധിയായി പോയല്ലോ. രവിചന്ദ്രവർമ്മൻ മാളിക മുകളിലേ ഇരിക്കൂ. അയാൾക്ക് വേണ്ടി ആജ്ഞകൾ നിറവേറ്റി കൊടുക്കാൻ ഒരു ലെഫ്റ്റനന്റ് ഉണ്ടല്ലോ അവിടെ. ഇവിടെ നമ്മുടെ കയ്യിൽ നിന്ന് ആ സരോജത്തിന്റെ തലയും രക്ഷിച്ചോണ്ട് പോയത് അയാളുടെ ലെഫ്റ്റനന്റാ. ആ രാജാറാം എന്ന വൃത്തികിട്ടവൻ തന്നെ. അയ്യോ സാർ, ഫ്രണ്ടിലിരിക്കാം. ഏയ് നോ നോ നോ, നിങ്ങൾ രണ്ടാളും മുമ്പിലിരുന്നോളൂ. ഐ എം കംഫർട്ടബിൾ ഹിയർ. ബട്ട് സാർ. വേണ്ട സച്ചി, ഇത് വർമ്മൻ ഗ്രൂപ്പിന്റെ പ്രമിസസാ. ഓ, ഇവിടെ ബോസ് വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കും. മാത്രല്ല, നമ്മുടെ കൊച്ചു വണ്ടിയിലൊക്കെ കയറുന്നത് തന്നെ സാറിന് വലിയ പ്രശ്നമായിരിക്കും എന്ന് ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വെറും തന്റെ സങ്കല്പങ്ങളല്ലേ. നന്നായിട്ടൊന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് തന്നെ ഒരു ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു. അല്ല സാർ, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നമുക്ക് സാറിന്റെ കാര്യത്തിൽ തന്നെ പോവാം. പ്രോബ്ലം ഇല്ല. എന്ത് ബുദ്ധിമുട്ട്? സി, വാഹനം ഏതായാലും ഇനി നിങ്ങൾ ഒരുമിച്ചല്ലേ മുന്നോട്ട് ജീവിക്കേണ്ടത്. കയറിക്കോളൂ പ്ലീസ്. ശരി സാർ. സുലക്ഷ്മി പ്ലീസ്. നമസ്കാരം സാർ. ആ, നമസ്കാരം. ഏതെങ്കിലും പർട്ടിക്കുലർ ഡിസൈൻ നോക്കുന്നുണ്ടോ സാർ? അതോ എൻഗേജ്മെന്റിന് ഇടുന്ന റിംഗ് ആണ്. ഓക്കെ സാർ. സർ, കുടിക്കാൻ എന്താ വേണ്ടത്? കോഫി എടുക്കാൻ പറയട്ടെ? ഓർ സംതിങ് കൂൾ? ഏയ്, ഒന്നും വേണ്ട, താങ്ക്സ്. ഓക്കെ. രവിവർമ്മൻ സാർ കൂടി ഉള്ളതുകൊണ്ട് നമുക്കിവിടെ VIP ട്രീറ്റ്മെന്റ്. സാർ, ലാസ്റ്റ് ടൈം സാർ വാങ്ങിയ ഡയമണ്ട് റിംഗ് മാഡത്തിന് ഇഷ്ടപ്പെട്ടായിരുന്നോ? Yeah, it was nice. ഇതൊന്ന് നോക്കൂ സാർ, ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. സോറി, എനിക്കല്ല, ഇവർക്ക് ആവശ്യം. സച്ചി, കമോൺ. സുലക്ഷ്മി. സാർ, സാർ ഇവിടുന്നാണല്ലേ സ്ഥിരമായിട്ട് റിംഗ് വാങ്ങുന്നത്? അപ്പോഴിനി സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. Now I am relieved. By the way, സാറിന്റെ മിസ്സസിനെ
എപ്പോഴെനിക്ക് പരിചയപ്പെടുത്തി തരുന്നത്? ആളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അല്ല ശ്രീലക്ഷ്മി, ഈ ലേഡി രവിചന്ദ്രവർമ്മനെ താൻ കണ്ടിട്ടുണ്ടോ? ആളെങ്ങനെ? ഒരു ഏഞ്ചൽ ലുക്കാ? ഏയ് കമാൺ, നിങ്ങൾ റിങ് സെലക്ട് ചെയ്യൂ. ഞാൻ 6 എന്ന അക്ഷരമുള്ള മോതിരം സെലക്ട് ചെയ്യാനുള്ള കാരണം സച്ചിക്ക് അറിയില്ല. 6 എന്നാൽ രവിചന്ദ്രവർമ്മൻ എന്ന അർത്ഥം. മറ്റൊരക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു പേര് സെലക്ട് ചെയ്യാൻ ഈ ശ്രീലക്ഷ്മിയെ കൊണ്ടാവില്ല. വീണ്ടും കണ്ണു നിറഞ്ഞല്ലോ. തനിക്കൊരു കാര്യം അറിയോ? നമ്മൾ ഒരാളിന്റെ മുന്നിൽ മനസ്സ് തുറന്ന് കരയുകയാണെങ്കിൽ അയാൾ നമുക്ക് വേണ്ടപ്പെട്ട ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോ താൻ എന്റെ മുന്നിൽ കരയുന്നുണ്ടെങ്കിൽ ഞാനും തനിക്ക് വേണ്ടപ്പെട്ട ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താൻ കണ്ണുടയ്ക്ക്. സി, ഇന്ന് ഞാൻ രവിവർമ്മൻ സാറിനെ നിർബന്ധിച്ച് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് സത്യത്തിൽ തനിക്ക് വേണ്ടിയിട്ടാ. ഞാൻ മാത്രം തന്റെ കൂടെ വന്നിരുന്നെങ്കിൽ ചിലപ്പോ ഞാനൊരു അപരിചിതനായിട്ട് തനിക്ക് തോന്നുമായിരുന്നു. നമ്മൾ അത്രമാത്രം അടുത്തിട്ടില്ലല്ലോ. അതാ സാറിനെയും കൂടെ വരാൻ പറഞ്ഞത്. പക്ഷെ ഇപ്പോ തന്റെ കണ്ണീരിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാനും തനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണെന്ന്. താങ്ക് യു സർ. ഞാൻ പോയി ബില്ല് പേ ചെയ്തിട്ട് വരാം. ബില്ലെടുത്തോളൂ. സർ ഓൾറെഡി ബില്ല് പേ ചെയ്ത് കഴിഞ്ഞു. രവിവർമ്മൻ സാറാ പേ ചെയ്യാൻ പറഞ്ഞത്. വാട്ട് ഈസ് ദിസ് സർ? എന്തിനാ സാർ ബില്ല് പേ ചെയ്ത്? ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് എ പ്രസന്റ് ഫോർ ബോത്ത് ഓഫ് യു. ബട്ട് സർ, ദിസ് ഇസ് നോട്ട് ഫെയർ. സച്ചിക്ക് ഇപ്പൊ മനസ്സിലായോ? ഇതിനാ ഞാൻ പറഞ്ഞത് രവി സാറിനെ പർച്ചേസിങ്ങിന് കൂട്ടിക്കൊണ്ട് വരണ്ടാന്ന്. എല്ലാ ഉത്തരവാദിത്തങ്ങളും കൂടി സ്വയം ഏറ്റെടുക്കുന്ന ഒരു ദുശീലം നമ്മുടെ ബോസിനുണ്ട്. നമുക്ക് ഒരു ഓപ്ഷനും തരില്ല. എല്ലാം സാറ് തന്നെ അങ്ങ് തീരുമാനിക്കും. ശ്രീലക്ഷ്മി പ്ലീസ്, ബോസിന്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ താൻ സാർ എന്ത് വിചാരിക്കും? ഇറ്റ്സ് ഓക്കെ, ടേക്ക് ഇറ്റ് ഈസി. ഇത് പാക്ക് ചെയ്തോളൂ. ഓക്കെ സർ. സച്ചി, ആക്ച്വലി എനിക്ക് അല്പം അർജന്റ് ജോലി ഉണ്ടായിരുന്നു. സെലക്ഷൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ.